സിനിമയുടെ ആദ്യ ഭാഗവും മധ്യഭാഗവും വരെ എഴുതി ഒരു ക്യൂരിയോസിറ്റി നിലനിർത്തുന്ന രീതിയിൽ ഈ സിനോപ്സിസ് അവസാനിപ്പിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി അടുത്തതായിട്ട് ഒരു ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾ ഉണ്ടാക്കണം. അതായത് നിങ്ങളുടെ കഥയിലെ ഹീറോയെ പറ്റിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ്, വില്ലനെ പറ്റിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ്, സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്, ഇങ്ങനെ പരമാവധി ആ കഥയിൽ വരുന്ന കഥാപാത്രങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾ എഴുതണം. അതായത് ഇപ്പോൾ ഹീറോ ശിവൻകുട്ടി, അയാൾക്ക് എന്തൊക്കെയാണ് സ്വഭാവം, അയാളുടെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്. അതുപോലെ വില്ലനെ പറ്റി എഴുതുക, നായകൻ്റെ കൂട്ടുകാരൻ, നായകൻ്റെ അച്ഛൻ, ഇങ്ങനെ നിങ്ങൾക്ക് സാധിക്കാവുന്ന അത്രയും കഥാപാത്രങ്ങളുടെ ഡീറ്റെയിൽസ് ക്യാരക്ടർ സ്കെച്ചായിട്ട് നിങ്ങൾ എഴുതണം. നെക്സ്റ്റ് വേണ്ടത് ഒരു 1 ലൈൻ ഓർഡറാണ്. 1 ലൈൻ ഓർഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു സീൻ ഓർഡർ ഉണ്ടാക്കുക. അതായത് സീൻ 1 സംഭവിക്കുന്ന കാര്യം ഒറ്റ വരിയിൽ എഴുതുക. അതുപോലെ സീൻ 2 സംഭവിക്കുന്ന കാര്യം ഒറ്റ വരിയിൽ എഴുതുക. അങ്ങനെ ഈ കഥയിലെ മൊത്തം സീനുകളുടെ ഒറ്റ വരി ഓർഡർ നിങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ഈ ഒറ്റ വരി ഓർഡർ ഉണ്ടാക്കുമ്പോൾ 3 ആക്ട് സ്ട്രക്ചറും പ്ലോട്ട് പോയിൻറ്സും, അതായത് 5 പ്ലോട്ട് പോയിൻറ്സും അതിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. 3 ആക്ട് സ്ട്രക്ചറിനെ പറ്റിയും 5 പ്ലോട്ട് പോയിൻറ്സിനെ പറ്റിയുമുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നേരത്തെ കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതെടുത്ത് കാണാം. അപ്പോൾ ഈ 3 ആക്ട് സ്ട്രക്ചറും 5 പ്ലോട്ട് പോയിൻ്റൊക്കെ ബേസ് ചെയ്ത് നിങ്ങളത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടി ഒരു ഈസി ആവാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് നമ്മൾ എഴുതേണ്ടത് ആ കഥയുടെ ട്രീറ്റ്മെൻ്റ് ആണ്. ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതി വെച്ച 1 ലൈൻ ഉണ്ടല്ലോ, അതായത് സീൻ 1 സംഭവിക്കുന്ന കാര്യങ്ങൾ ഒറ്റ വരിയിൽ എഴുതിയത്, അത് നമ്മളൊന്ന് കുറച്ച് ഡെവലപ്പ് ചെയ്ത് ഒരു പാരാഗ്രാഫായിട്ട് എഴുതുന്നു. അതായത് സീൻ 1 ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. അങ്ങനെ മൊത്തം കഥയുടെ സീൻ ഓർഡർ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് നോട്ടിൽ മെൻഷൻ ചെയ്യണം. ഇപ്പോൾ സാധാരണയായിട്ട് പ്രൊഡക്ഷൻ ഹൗസുകളോ പ്രൊഡ്യൂസേഴ്സോ ആർട്ടിസ്റ്റുകൾക്കോ ഒക്കെ ഫുൾ സ്റ്റോറി നിങ്ങളുടെ കേൾക്കാനായിട്ട് ഒരു പക്ഷേ സമയം ഉണ്ടാവില്ല. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് നോട്ട് നിങ്ങൾ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കഥയെ പറ്റി അവർ മനസ്സിലാക്കി പെട്ടെന്ന് അവരുടെ ഒരു ഡിസിഷൻ നിങ്ങളോട് പറയാനായിട്ടുള്ള സാധ്യത കൂടും. അങ്ങനെ അത്തരത്തിലൊരു ഇൻട്രസ്റ്റ് പ്രൊഡ്യൂസർക്കടുത്തോ ആക്ടർക്കടുത്തോ ഒന്നും ക്രിയേറ്റ് ചെയ്യാതെ നിങ്ങളൊരു കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അവരത് വായിക്കാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രായോഗികമായിട്ടുള്ള അനുഭവം. ഇനി നമുക്ക് സ്ക്രീൻ പ്ലേ റൈറ്റിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാ സംഭവങ്ങളുണ്ട്. നമ്മുടെ 1 ലൈൻ ഉണ്ട്, ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, നമ്മുടെ ഒറ്റ വരിയിലുള്ള കഥയുണ്ട്, ക്യാരക്ടർ സ്കെച്ച് ഉണ്ട്. ഇപ്പോൾ ഇനി നിങ്ങൾക്ക് സ്ക്രീൻ പ്ലേ എഴുതുക എന്നുള്ള പ്രോസസ്സ് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ നല്ല സ്ക്രീൻ പ്ലേകൾ എഴുതുക, സൂപ്പർ സിനിമകൾ ക്രിയേറ്റ് ചെയ്യുക.